ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയാണ് വിശേഷം? അപ്പോൾ വൈകുന്നേരം ഇതാ കുളിയൊക്കെ കഴിഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പം നോമ്പിനുള്ള പരിപാടികളൊക്കെ തുടങ്ങണം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്. എല്ലാവരും കമൻറ്റും ഒക്കെ ലൈക്കും ഒക്കെ ഇടണം കേട്ടോ. അപ്പോൾ നമ്മളിതാ ഫസ്റ്റ് അടുക്കളയിലേക്ക് കയറിയിട്ട് ബോട്ടി വാങ്ങിയിരുന്നു കേട്ടോ തലേന്ന് തന്നെ. അപ്പോൾ അത് ഫ്രിഡ്ജിലുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ വെള്ളത്തിൽ നേരത്തെ ഇട്ട് വെച്ചു. അതൊക്കെ വെള്ളമൊക്കെ അതൊക്കെ എന്താ പറയുക, അതിൻ്റെ ഐസൊക്കെ പോയി നല്ല സെറ്റായിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അത് കഴുകി വൃത്തിയാക്കി വേഗം റെഡിയാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല വൃത്തിയായിട്ട് തന്നെയാണ് കിട്ടിയത് കേട്ടോ ഓൾറെഡി. പിന്നെ നമ്മൾ നന്നായിട്ട് കഴുകി, അല്ലെങ്കിൽ ചിലത് അങ്ങനെ വൃത്തിയിൽ നിന്നും കിട്ടൂല കേട്ടോ. അപ്പോൾ ഇത് നല്ല വൃത്തിയുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാട്ടോ നമ്മൾ വാങ്ങിയത്. പിന്നെ മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് അതൊന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചു. ഒന്ന് വേവിക്കല്ല, ജസ്റ്റ് ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമ്മളെന്താക്കും, ഒരു വിസിലടുപ്പിച്ചിട്ടാണ് ഞാൻ ഇറക്കിയത് കേട്ടോ. അപ്പോൾ ഒരു വിസിലടിച്ച് കഴിഞ്ഞിട്ട് അത് തിളപ്പിച്ച ആ വെള്ളം നമ്മൾ ഒഴിച്ച് കളയാം. അപ്പോൾ കുറച്ച് 1-2 പാത്രം അത് കഴുകാനെടുത്ത 2 പാത്രം ഉണ്ടായിരുന്നു, അത് ഞാൻ കഴുകി വെക്കുകയാണ്. എനിക്ക് അങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട്. നമ്മൾ എന്ത് പണി ചെയ്യുകയാണെങ്കിലും 2 പാത്രമാണ്, 2 പാത്രം സിങ്കിൽ കിടക്കുമ്പോൾ എനിക്ക് അപ്പം കഴുകണം. അപ്പോൾ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, അടുപ്പിലാണ് സംഭവങ്ങളെങ്കിൽ വേഗം ഞാൻ ആ പാത്രം കഴുകാൻ നിൽക്കും. പിന്നെ ഞാൻ കടല കുതിർത്തിയിരുന്നു കേട്ടോ, നമ്മളെ നോർമൽ കറി വെക്കുന്ന കടല. അതുകൊണ്ട് നമ്മളിന്ന് ഒരു സ്നാക്സ് ഉണ്ടാക്കുന്നത്, അതായത് പരിപ്പ് വട കടല വെച്ചിട്ട്. നല്ല അടിപൊളിയാണ് കേട്ടോ. നോർമൽ പരിപ്പ് വട എങ്ങനെയാണോ അതേപോലെ തന്നെ അതിൻ്റേതായ എല്ലാ ടേസ്റ്റും ഉള്ളൊരു സംഭവമാണ്. അപ്പോൾ അതങ്ങനെ ഉണ്ടാക്കി നോക്കാമെന്ന് വെച്ചിട്ട് അത് നന്നായിട്ട് അരക്കുകയാണ്. അത് വെള്ളമൊന്നും ചേർക്കാതെ നമ്മൾ നോർമലി അരച്ചെടുക്കുക. എന്നിട്ട് പിന്നെ അതിലേക്ക് വേണ്ട സംഭവങ്ങളൊക്കെ ചേർക്കുക കേട്ടോ. നല്ല അടിപൊളി എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഉള്ളി ഇതാ നമ്മൾ കുനുകുനൂന്ന് അരിഞ്ഞിട്ടുണ്ട്. പിന്നെ കുറച്ച് ഇഞ്ചി, കറിവേപ്പില, പിന്നെ പച്ചമുളക്, ഇത്രയും സാധനങ്ങളാട്ടോ ഇതിലേക്ക് വേണ്ടത്. അതൊക്കെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്നേ. അതൊക്കെ അതിലോട്ട് ഇട്ടിട്ട് എന്താക്കി, എല്ലാവർക്കും എത്രയാണ് വേണ്ടത് അതിനനുസരിച്ചാട്ടോ എടുക്കേണ്ടത്. ഞാനിങ്ങനെ അളവൊന്നും പറയുന്നില്ല, കാരണം ഞാനൊരു ഇച്ചിരി ഉണ്ടാക്കുന്നുള്ളൂ. അതിനനുസരിച്ചാണ് ഞാൻ ഇതൊക്കെ അരിഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചത് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് കുറച്ച് ഉപ്പും പിന്നെ മസാലപ്പൊടികളൊന്നും ഇടൂല കേട്ടോ. ആകെ ഇടുന്നത് കുറച്ച് കളറിന് വേണ്ടിയിട്ട് കാശ്മീരി ചില്ലി പൊടി മാത്രം കുറച്ചിടും, വേറെ മസാലപ്പൊടികളൊന്നും ഇടൂല. എന്നിട്ട് അതും കൂടി ഇട്ടിട്ട് നമ്മളെന്താക്കും, നന്നായിട്ട് കുഴച്ച് ഇങ്ങനെ ഒരു ചെറിയ ബോൾ പോലാക്കിയിട്ട്, പിന്നെ നമ്മൾ എങ്ങനെയാണ് നോർമൽ പരിപ്പ് വടക്ക് വേണ്ടി ഇങ്ങനെ പരത്തുന്നത് അതേപോലെ തന്നെ കേട്ടോ. അത് അടിപൊളിയായിട്ട് കിട്ടും. എല്ലാവരും ഇങ്ങനെ വിചാരിക്കേണ്ട ചിലപ്പോൾ അത് സെറ്റ് ആവുമെന്ന്, പക്ഷെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അടിപൊളി സംഭവമാണ് കേട്ടോ. അപ്പോൾ അച്ചു അവിടെ നിന്ന് എന്തൊക്കെയോ കളിക്കുന്നുണ്ട് കേട്ടോ. വേറെ ആരും എനിക്ക് അങ്ങനെ കളിക്കാനൊന്നും ഇല്ലല്ലോ, ഇവിടെ ഞങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ അനു ആണെങ്കിൽ ഇവിടെ ഇല്ല, അനു ഓട്ടം പോയതാട്ടോ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ പുറകുനിന്ന് മാറൂല, ഞാൻ എവിടെയുള്ളത് അവിടെ വന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അത് കത്തിക്കാത്ത അടുപ്പായതുകൊണ്ട് അവിടെ കയറിയിരുന്ന് കളിക്കാനൊരു സ്ഥലം ഉണ്ടായി. ഞങ്ങൾ ഗ്യാസിൽ മാത്രമാണ് വെക്കാറ്. അപ്പോൾ ഇതാ നമ്മളെ ബോട്ടിയൊക്കെ ഒരു വിസിലടിച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതെന്താക്കി, നന്നായിട്ട് അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞ് ആ കുക്കറൊക്കെ ഒന്ന് വൃത്തിയിൽ കഴുകിയിട്ടാണ് കേട്ടോ പിന്നെ നമ്മൾ വെക്കുന്നത്. അപ്പോൾ അത് വീണ്ടും അതിലേക്ക് ഇടുകയാണ്. അപ്പോൾ അത് മൊത്തം തട്ടി അതിലേക്ക് ഇട്ടിട്ട് പിന്നെ കഴുകൊന്നും വേണ്ട കേട്ടോ, അങ്ങനെ തന്നെ. പിന്നെ അതിലേക്ക് ഒരു അരപ്പ് വേണം, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഇത് മാത്രം നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ അതൊക്കെ അരച്ച് സെറ്റാക്കിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ഒരു 3/4%, ഈ അരപ്പിൻ്റെ ഒരു 3/4% ഇടുന്നുള്ളൂ കേട്ടോ, ബാക്കി നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അതൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഇതാ നമ്മൾ പിന്നെ മസാലപ്പൊടികൾ, കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടി, പിന്നെ മല്ലിപ്പൊടി, പിന്നെ കുരുമുളക് പൊടിയാണ് കേട്ടോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം. ഇതിൽ കുരുമുളക് പൊടി ഇട്ടാലേ അതിൻ്റെ എല്ലാ ടേസ്റ്റും അതിലേക്ക് വരുള്ളൂ. അപ്പോൾ അത് നന്നായിട്ടിടണം. അങ്ങനെ ഇതാ എല്ലാം കൂടെ നന്നായിട്ട് ചൂടായതുകൊണ്ടാണ് കേട്ടോ കൈ കൊണ്ടൊന്നും ഇളക്കാത്തത്. അപ്പോൾ അങ്ങനെ നമ്മൾ നല്ല മിക്സ് ചെയ്തിട്ട് ചൂടുള്ള വെള്ളമോ തണുത്ത വെള്ളമോ ഏത് വെള്ളമായാലും കുഴപ്പമില്ല, അതൊക്കെ ഒഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ സെറ്റാക്കി. നമ്മൾ ഉപ്പ് കുറവായിരുന്നു, അപ്പോൾ ഉപ്പ് കുറച്ചും കൂടെ ഇട്ട് കൊടുത്തു കേട്ടോ. ഉപ്പ് ഞാൻ നേരത്തെ ഇട്ടത് കുറച്ച് കുറവാണ്. നേരത്തെ എന്ന് വെച്ചാൽ വേവിക്കുമ്പോൾ ഉപ്പിട്ടിരുന്നു, ഇട്ടോ ഇല്ലയോ എന്നറിയില്ല, എനിക്ക് നന്നായിട്ട് മറവിയുള്ളതുകൊണ്ട്
ഉപ്പിട്ടോ ഇല്ലയോ എന്നൊക്കെ ഇങ്ങനെ ഓർത്തെടുക്കണം. അതുകൊണ്ട് ഉപ്പിട്ടില്ല. അപ്പോൾ കുറച്ചും കൂടി ഉപ്പിട്ടു. പിന്നെ എന്നിട്ട് ബാക്കിയുള്ള പാത്രങ്ങൾ കഴുകുക. ഈ പാത്രം കഴുകൽ തന്നെ എനിക്ക് വേണമെങ്കിൽ ഒരു വ്ളോഗായിട്ട് എടുക്കാം കേട്ടോ. കാരണം അത്രയ്ക്കുണ്ടാവും. മിനിറ്റിന് കൂടുമ്പം 2, 3 ആണെങ്കിൽ അതിങ്ങനെ കഴുകിക്കൊണ്ട് നിൽക്കും. അതൊരു സുഖം. പിന്നെ ഇതാ അരി നമ്മൾ നോർമൽ റേഷൻ അരി വെച്ചിട്ടുള്ള, എല്ലാവരും അത് തന്നെ വെച്ചിട്ടാണ് ചെയ്യുക. നമ്മളിന്ന് തേങ്ങാച്ചോറാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് അടുപ്പത്ത് ബിരിയാണി പോട്ടൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് വെക്കാൻ പോവാണ്. ചൂടായി വരുന്നുണ്ടോ നോക്കുകയാണ് കേട്ടോ. വലിയ പാത്രമായതുകൊണ്ട് അതിൻ്റെ എല്ലാ സൈഡിലേക്കും അങ്ങനെ ചൂടെത്തുന്നില്ല. അപ്പോൾ അങ്ങനെ നോക്കിയതാ. അപ്പോഴാണ് നമ്മൾ വെളിച്ചെണ്ണയാണ് ഇതിൽ മെയിനായിട്ട് ഒഴിക്കുന്നത്. ഞാൻ ആദ്യം വിചാരിച്ചു കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് ഓയിലും വെച്ച് ഉണ്ടാക്കാമെന്ന്. പിന്നെ വെളിച്ചെണ്ണ മാത്രം ആകുമ്പോഴാണ് അതിൻ്റെ എപ്പോഴും കുറച്ച് മാറ്റി വെക്കും കേട്ടോ. അപ്പോൾ ഞാൻ കവറിൽ കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് വെച്ചിട്ട് ഞാൻ അങ്ങനെ എടുത്ത് വെക്കും. കാരണം ഓർമ്മക്കുറവ് നല്ല ഉണ്ടല്ലോ. അപ്പോൾ പറയാൻ പറ്റില്ല. നമ്മൾ ഒഴിച്ച് വെച്ച വെളിച്ചെണ്ണ തീരുന്ന ദിവസമാണ്. അതുകൊണ്ട് പൊട്ടിച്ച് വെക്കുമ്പോൾ തന്നെ ഞാൻ എൻ്റെ മറവിനെ കുറിച്ചൊന്നും ആലോചിക്കും പറയില്ല. കുറച്ചെടുത്ത് ചീത്ത പറയും. അത് കഴിഞ്ഞ് ഇവിടെ ഇല്ലല്ലോ ഒരിച്ചിരി പോലും ആലോചിക്കുന്ന സമയത്ത് ഞാൻ അത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് ഫ്രിഡ്ജിലാണ് വെക്കാട്ടോ. ആ ദിവസം ഞാൻ അങ്ങനെയാണ് എൻ്റെ ഐഡിയ. അപ്പോൾ ഈ കുറേ മറവിയൊക്കെ ഉള്ളവർക്ക് വേണ്ടിയിട്ട് എടുത്തതാണ്. ഇപ്പം നാളെ കഴിഞ്ഞിട്ടൊന്നുമില്ല. അതുകൊണ്ടാണ്. എന്നാലും ഞാൻ എന്താക്കി, അപ്പോൾ നാളെ സാധനം വാങ്ങേണ്ടതുകൊണ്ടാണ് ഞാൻ അത് എന്തായാലും കുറച്ചുണ്ടല്ലോ അതങ്ങോട്ട് ഇടാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇട്ടതാട്ടോ. കുറച്ചധികം ഒരു വെളിച്ചെണ്ണ നല്ലതാണ്. കറുവപ്പട്ട, പിന്നെ ഒരു കുറച്ച് വലിയ ജീരകം അതൊഴിച്ചു. എല്ലാം കുറച്ച് അതൊഴിച്ച് ചൂടാവാൻ വേണ്ടി എല്ലാവരും ചൂടാവാൻ വേണ്ടി ഇങ്ങനെ കറക്കി സവോളയൊക്കെ മതി കേട്ടോ. അതായത് എത്രയാണ് അരി എടുക്കുന്നത് അതിനനുസരിച്ച് കഴുകുമ്പോൾ തന്നെ നമ്മൾ അതിൽ കുറച്ച് ഉലുവ ഇട്ടു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഉലുവയും സവോള ഒരു പ്രധാന ഘടകമാണ്. അത് എരിയാണ് ഞാൻ. പിന്നെ അങ്ങനെ സവോളയൊക്കെ അതിലിട്ട് നന്നായിട്ട് ഇതാക്കി കൊടുത്തു. പിന്നെ ഈ അരി നമ്മൾ കഴുകാനിടുന്നെങ്കിൽ കുറച്ച് ഉലുവയും കൂടെ ഇടണം കേട്ടോ. സവാളരിയിലോ ഉലുവയും അത് തന്നെയാണ് സാധനങ്ങൾ ഉണ്ടാക്കാനുള്ളത് കൊണ്ട് വെച്ചതാണ്. ഓരോ കാണിക്കാൻ പറ്റിയില്ല. പിന്നെ നമ്മൾ ഒരു സവാള എടുത്തിട്ട്, പക്ഷെ എനിക്ക് ഭയങ്കര ടാസ്ക്കാണ് കേട്ടോ ഈ സവാള വെക്കുന്ന ക്വാണ്ടിറ്റി അനുസരിച്ചാണ് കേട്ടോ സവാളയൊക്കെ എടുക്കേണ്ടത്. അനുവൊക്കെ നല്ല കൂളായിട്ട് വെക്കുന്നതുകൊണ്ടാണ് ഒരു പറ്റിയില്ല കേട്ടോ. കുറച്ചാണ് വെക്കുന്നത്. അങ്ങനെ ഒരു കഷ്ണമൊക്കെ മതി. സവാള അരിയുന്ന മതി. കഷ്ടകാലം ആകെ ഒന്നേ അരിയാനുള്ളൂ. അതും ഒന്നിപ്പം അരിയുന്നു, അത് കഴിഞ്ഞിട്ട് അടുത്ത ആവശ്യം വരുമ്പോൾ അപ്പം അരിയുന്നു, അങ്ങനെ കേട്ടോ. അപ്പോൾ അങ്ങനെ അന്നേരം എൻ്റെ അവസ്ഥ കൊണ്ട് ഞാനത് കട്ടാക്കിയിട്ട് പിന്നെ എടുക്കുന്നുണ്ടോ. അങ്ങനെ ഇതാ നമ്മളെ ഉള്ളിയൊക്കെ ഒന്ന് വാടി വരുന്നുണ്ട് കേട്ടോ. ആ ടൈമിൽ ഉള്ളിയിലേക്ക് ഡയറക്റ്റ് ഞാൻ എന്താക്കും, അരി ഇടുകയാണ് ചെയ്യുന്നത്. കാരണം വെള്ളം ഒഴിച്ച് തിളച്ചിട്ടൊക്കെയാണ് സാധാരണ എല്ലാവരും അരി ഇടുക. പക്ഷെ നമ്മൾ സാധാരണക്കാരെ പോലെ അല്ലല്ലോ, മാറ്റമുണ്ടല്ലോ. അപ്പോൾ എനിക്കങ്ങനെ അറിയില്ല. എനിക്ക് വെള്ളത്തിൻ്റെ അളവ് എനിക്ക് എപ്പോഴും ഈ റേഷൻ അരിക്കൊക്കെ ആകുമ്പോൾ തെറ്റും കേട്ടോ. തേങ്ങാച്ചോറ് വെക്കുമ്പോൾ നെയ്ച്ചോറും ബിരിയാണിക്കൊന്നും കുഴപ്പമില്ല കേട്ടോ. അതിനൊക്കെ നമ്മൾ അതിൻ്റെ എത്ര ഗ്ലാസ്സിനാണോ അരി എടുത്തത് അതിൻ്റെ ഡബിൾ അങ്ങനെയാണല്ലോ. അപ്പോൾ അത് കുഴപ്പമില്ല. പക്ഷേ റേഷൻ അരി ആകുമ്പോൾ വേവിന് വ്യത്യാസം ഉണ്ടാവും. ഇപ്രാവശ്യം കിട്ടിയ അരി സാധാരണ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന അരി പോലെയല്ല കേട്ടോ. കാരണം ഇത് ഒരു ജയരി പോലത്തെ ആ ടൈപ്പ്, കുറച്ച് ഇങ്ങനെ ഉരുണ്ടിട്ടുള്ളൊരു ടൈപ്പ് അരിയാണ് കേട്ടോ. അപ്പം ഞാൻ എന്താക്കും, ഇത് അരി ഇട്ടതിന് ശേഷം അതിൻ്റെ കുറച്ച് മേലേക്കാണ് നമ്മൾ വെള്ളം വെക്കണ്ടേ. അപ്പോൾ അതിനനുസരിച്ച് ഞാൻ എന്താക്കും, അരിയിടും, എന്നിട്ട് കുറച്ച് മേലേക്ക് വെള്ളം വെക്കും. ഇന്ന് കുറച്ചും കൂടെ വെള്ളം വെച്ചിട്ടുണ്ട്, കാരണം നല്ല വേവുള്ള അരിയാണെന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട്. പിന്നെ തേങ്ങ എനിക്ക് ചിരവാൻ ഭയങ്കര മടിയാണ് ഗൈസ്. അതുകൊണ്ട് ഞാൻ എന്താക്കുന്നു, ചിരവുമ്പോൾ തന്നെ കുറച്ച് തോനെ ചിരവി വെക്കും, എന്നിട്ട് അത് ഇടും. ഫ്രിഡ്ജിൽ വെച്ചാൽ മതിയല്ലോ. അങ്ങനെ തേങ്ങ ചിരവിയിട്ട് നമ്മൾ എന്തെങ്കിലും ആവശ്യത്തിന് എടുക്കുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം ഉണ്ടല്ലോ, പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. പിന്നെ മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുറച്ച് കറിവേപ്പിലയൊക്കെ ഇട്ടിട്ട് നമ്മളെന്താക്കും, ഇത് വെച്ച് കഴിഞ്ഞ് 5 മിനിറ്റ് കൂടുമ്പോൾ ഞാനിങ്ങനെ ആയോ എന്തായി എങ്ങനെയായി, അതെന്ത് വെച്ചാലും അതെ കേട്ടോ. എന്ത് സാധനം വെക്കുകയാണെങ്കിലും എനിക്ക് ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് അതിങ്ങനെ തുറന്നു നോക്കിയില്ലെങ്കിൽ ഒരു സുഖമില്ല. കുറച്ച് നേരം അവിടെ നിന്ന് ആവട്ടെ, അല്ലെങ്കിൽ ഇത്ര മിനിറ്റ് കൊണ്ടാവും എന്നൊന്നുള്ള ഒരു അറിവ് നമുക്കില്ല. നമ്മൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളല്ല. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കും. ചിലപ്പോൾ ഇന്ന് വെച്ചതുപോലെ ആവില്ല അടുത്ത പ്രാവശ്യം വെക്കുന്നതിൽ മാറ്റമൊന്നും ഉണ്ടാവില്ല. പക്ഷേ ചിലപ്പോൾ കുളമാവും, ചിലപ്പോൾ നന്നാവും, ചിലപ്പോൾ നന്നായിട്ട് നന്നാവും, അങ്ങനെ.
അപ്പോൾ ഇതാ അടുത്ത സംഭവത്തിനൊക്കെ വേണ്ടിയിട്ടുള്ള ഉള്ളിയൊക്കെ റെഡിയാക്കുകയാണ്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് വേവിച്ച് റെഡിയാക്കി വെച്ചിന് നമ്മൾ ബോട്ടി. അപ്പോൾ ചോറിനേക്ക് വേണ്ടിയിട്ട് കുറച്ച് ചാറ് പോലെ, അധികം ചാറൊന്നും വേണ്ട, കുറച്ച് ചാറുള്ള രീതിക്ക് കേട്ടോ, ഒരു ചെറിയ രീതിയിൽ ഡ്രൈ ആക്കിയിട്ട്, പക്ഷെ നല്ല രീതിയിൽ ഡ്രൈ ആക്കിയിട്ട് ഞാൻ വേറെ എടുക്കുന്നുണ്ട് കേട്ടോ. കാരണം നമ്മൾ ഈ പൊലച്ചക്കൊക്കെ എണീക്കുമ്പോൾ എന്തെങ്കിലും താളിച്ചിട്ടൊക്കെ അതിൻ്റെ കൂടെ കഴിക്കാൻ വേറെ തന്നെ ആക്കുന്നുണ്ട്. ഇത് ഒരു ചെറിയ വെള്ളത്തോടെ കൂടിയിട്ടുള്ളത്. അപ്പോൾ ബാക്കി നമ്മൾ എടുത്തു വെച്ച ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ കൂടിയിട്ടുള്ള ആ പേസ്റ്റും കൂടെ ഞാൻ അതിലിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ മുമ്പേ മഞ്ഞൾപ്പൊടി മുളകും പൊടിയൊക്കെ കുറേ ഇട്ടതുകൊണ്ട് ഇതിൽ കുറച്ച് ഇട്ടാൽ മതി കേട്ടോ. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ കുരുമുളക് പൊടി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതെല്ലാത്തിലും കുറച്ച് അത്യാവശ്യത്തിന് ഇട്ടോ. എരിവുള്ളവർക്ക് നന്നായിട്ടിടാം, നമുക്ക് അത്ര എരിവ് വേണ്ടാത്തതുകൊണ്ട് അതിനനുസരിച്ച് ഇടുന്നത്. എന്നിട്ട് നമ്മൾ ഇതൊക്കെ ചേർക്കുന്നു. പിന്നെ ആദ്യം വേവിക്കാൻ ബോട്ടി വെച്ച സമയത്ത് ഏത് വെള്ളം ഒഴിച്ചാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഇതിൽ നമ്മൾ ചൂടുവെള്ളം തന്നെ ഒഴിക്കണം കേട്ടോ. കാരണം വെന്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പച്ചവെള്ളം ഒഴിക്കുമ്പോൾ എന്താകും, അത് ഭയങ്കരമായിട്ട് ഹാർഡായി പോകും കേട്ടോ. ഇറച്ചി വേവാത്ത പോലെ ഉണ്ടാവും. അപ്പോഴേക്കും നമ്മുടെ ചോറൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറ് വെക്കൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര സിമ്പിളാട്ടോ. ചോറ് ഐറ്റംസ് ഇനിയിപ്പോൾ മന്തി ആയാലും ഇല്ല, ബിരിയാണി ആയാലും കുഴപ്പമില്ല. തേങ്ങാച്ചോറൊക്കെ ആകുമ്പോൾ വേഗം കഴിയും. പിന്നെ കടിയും കറിയും അങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോഴാണ് നമുക്ക് കുറച്ച് അധികം സമയം പോവുക കേട്ടോ. അപ്പോൾ അതാ ഈ ഒരു പരുവത്തിലാണ് ഞാൻ ബോട്ടി ഇറക്കുന്നത്. കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് നമ്മളത് ഇറക്കുകയാണ്. പിന്നെ നമ്മൾ പരിപ്പ് വടയൊക്കെ ഞാൻ പരത്തി റെഡിയാക്കി വെച്ചിരുന്നു. അത് പൊരിച്ച് കോരുന്നു. അപ്പോഴേക്കും ഏകദേശം ബാങ്ക് കൊടുക്കാനൊക്കെ ആയി. ഒരു 6 മണിയൊക്കെ ആവുന്ന സമയത്ത് 6:30 6:45 ആകുമ്പോഴേക്കും ബാങ്ക് കൊടുക്കും. അപ്പോൾ ഒരു 6 മണി 6:15 ആകുമ്പോഴേക്കുമാണ് കേട്ടോ കടി അതായത് സ്നാക്സ് ഉണ്ടാക്കുക. അല്ലെങ്കിൽ ഇങ്ങനെ എന്താ പറയുക, തണുത്ത് പോകും. അപ്പോൾ എല്ലാം നമ്മൾ ടേബിളിൽ റെഡിയാക്കി വെച്ചിന്. ബാക്കി അതൊക്കെ കടയിൽ നിന്ന് ഉമ്മ കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാ എല്ലാം റെഡിയാക്കി, കലക്കിയ വെള്ളം, ചായ. ഇന്ന് അപ്പം അത്രയേ ഉള്ളൂ. എല്ലാവരും സപ്പോർട്ട് ചെയ്യും.